Mukundan rock like anything. Violence. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുമോ? സെക്കൻഡ് ഹാഫ് ഫുൾ ആക്ഷൻ എന്ന് പറഞ്ഞാൽ പക്ക ആക്ഷൻ. ചേട്ടാ ഒരു KGF എടുത്ത് വെച്ചേക്കണം മലയാളത്തില്. ആ ഒരു ഇതിലിരിക്കുകയാണ് ഇത് അങ്ങനെ എന്നുള്ളത് ഇപ്പം വരും എന്നുള്ള സംഭവങ്ങൾ. മലയാളത്തിൽ ആദ്യത്തെ ഇത്രയും വയലൻസ് ഉള്ള ഫിലിം. ഈ ഹിന്ദിയിലെ കില്ലും ആനുമലും അതൊന്നും ഒന്നുമല്ല. സെക്കൻഡ് ഹാഫ് നമ്മളെ തെറിപ്പിച്ചു കളയും. മാർക്കോ വയലൻസ് പടം ഫുൾ വയലൻസ് ആയിരുന്നു. ഇതൊരു സ്റ്റൈലിഷ് മൂവിയാണ് ആക്ച്വലി. അപ്പോൾ അതാണ് നമ്മൾ ഉണ്ണിമൂന്തൻ്റെ കരിയറിൽ പുള്ളി ചെയ്തിരിക്കുന്ന ആക്ഷനിൽ കുറേ നാൾ കൊണ്ട് ഉണ്ണിമൂന്തൻ ആക്ഷൻസ് ഒന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ പുള്ളിയുടെ ഫുൾ പൊട്ടൻഷ്യൽ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. ഒരു മലയാളം ആക്ടർ ഇത്രത്തോളം ഒരു സ്വാഗുള്ള ഒരു ആക്ടർ ഞാൻ കണ്ടിട്ടില്ല. പുള്ളി അയാളുടെ ഫുൾ പൊട്ടൻഷ്യൽ ഈ സിനിമയിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ഡയറക്ടർ പറഞ്ഞ പോലെ വയലൻസ് കൊണ്ടൊരു ആറാട്ടാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഒരു സെക്കൻഡ് ഹാഫിൽ എനിക്കാണെങ്കിൽ ഹാർട്ട് ബീറ്റ് കൂടിപ്പോയി. ചില വയലൻസൊക്കെ കണ്ടിട്ട് ഇത്രത്തോളം താങ്ങാൻ പറ്റുന്നില്ല. ഈ സിനിമ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാ ആൾക്കാർക്കും ഈ സിനിമ ഉൾക്കൊള്ളണമെന്നില്ല. കാരണം ഇതൊരു സ്റ്റൈലിഷ് മൂവിയാണ്, ഇതൊരു ആക്ഷൻ റിലേറ്റഡ് മൂവിയാണ്, ഇതൊരു സ്റ്റോറി റിലേറ്റഡ് മൂവി അല്ല. അപ്പോൾ ആ മെൻറ്റാലിറ്റിയുള്ള ആൾക്കാർ ഈ സിനിമ ഉണ്ടായിട്ടേ കാര്യമുള്ളൂ. പിന്നെ 18 വയസ്സുള്ള താഴെയുള്ള ആൾക്കാർ ഈ സിനിമ കാണാതിരിക്കുക. കാരണം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ സിനിമയെ കാണിക്കുന്നത്. എത്ര പേരെ കൊല്ലുന്ന അവർക്ക് തന്നെ കണക്കുണ്ടോയെന്ന് പറഞ്ഞുകൂടെ, കാരണം കാണുന്നവരൊക്കെ കൊല്ലുവാണ്. എനിക്ക് സിനിമ പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല സിനിമയാണ്. ഉണ്ണിമുന്തൻ്റെ കരിയറിൽ ഏറ്റവും ബെസ്റ്റ് ഫിലിം തന്നെയാണ്. പലവർക്കും പല അഭിപ്രായമായിരിക്കും. എനിക്ക് ഈ പടം ഒരുപാട് ഇഷ്ടപ്പെട്ട്. കാരണം അങ്ങനെ ഒരു സ്വാഗ് ഈ സിനിമയ്ക്കുണ്ട്. സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ ഫൈറ്റിംഗ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഫൈറ്റിംഗ് ആണ്. ഇപ്പം അതാ പറഞ്ഞത്, ഇതിനകത്തൊരു സ്റ്റൈലിഷ് മൂവിയാണ്. അപ്പം നിങ്ങൾക്ക് ജഗദീഷ് പുള്ളി ആക്ച്വലി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പുള്ളി പറഞ്ഞ അത്രയ്ക്കുള്ളൊരു സാധനം പുള്ളിക്കിനകത്ത് ഉണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അത്യാവശ്യം പുള്ളി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. വിഷ്വലി മൈൻഡ് ബ്ലോയിങ് ആണ് ആക്ച്വലി. വിഷ്വലി കാരണം എന്ന് വെച്ചാൽ വിഷ്വൽ എടുത്തിരിക്കുന്ന നമ്മളൊരു കൈൻഡ് ഓഫ് ഇംഗ്ലീഷ് മൂവീസ് കണക്കാണ്. കാരണം ഫുൾ സ്റ്റൈലിഷ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ വന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ണിമൂന്തൻ ആക്ച്വലി ഇച്ചിരി കൂടെ ഒരു ടോപ്പ് ലെവലിൽ പോകേണ്ട ഒരു ആക്ടറാണ്. അപ്പോൾ പുള്ളി നമുക്ക് ഒരു നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യണം. പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് എല്ലാവർക്കും വേണ്ടത് എന്താണ് ഈ ഫേസ് വാല്യൂ ആണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മളെല്ലാ സിനിമാ മുഖങ്ങളുള്ള ആൾക്കാരാണ് അല്ലേ. അപ്പോൾ അതിനു വേണ്ടിയാണ് വന്നത്. It was good. ഒരു ടെറിഫിക് വയലൻസ് ആയിരുന്നു. പിന്നെ ഓവറോൾ നല്ലതായിരുന്നു. ഉണ്ണിമുകുന്ദൻ റോക്ക് ലൈക്ക് എനിത്തിങ്. പിന്നെ ഒരു മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലുള്ള അതിനേക്കാളും ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു ഈ ഒരു എക്സ്പീരിയൻസ്. ആൻഡ് ഫൈറ്റ്, BGM എവറിത്തിങ് വാസ് ഗുഡ്. ഫസ്റ്റ് ഹാഫിനേക്കാളും സെക്കൻഡ് ഹാഫ് ആയിരുന്നു. ഓവറോൾ ഇറ്റ് വാസ് നൈസ്, വെരി നൈസ്. ഭയങ്കര ടെറിഫിക് വയലൻസ് എന്ന് വേണമെങ്കിൽ പറയാം. വയലൻസ് ഇച്ചിരി ഉണ്ട്. ഓഫ്കോഴ്സ് ആണ്. ഒരു പുതിയൊരു എന്താ പറയുക ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. സീരിയസ്ലി. സോറി, ഓ മൈ ഗാഡ്, ഇറ്റ് വാസ് അമേസിങ്. ഭയങ്കര എന്താ പറയുക, ജഗദീഷ് ചേട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വേറൊരു ഫിഗർ തന്നെയായിരുന്നു ഇതിനകത്ത്. ഭയങ്കര നല്ല രസമായിരുന്നു. ലൈക്ക് എൻട്രിയും ത്രൂ ഔട്ട് ദ മൂവി വാസ് ലൈക്ക് ഭയങ്കര ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. വേറൊരു ജഗദീഷ് ചേട്ടൻ്റെ തന്നെ ഭയങ്കര വേറിട്ടൊരു മുഖമായിരുന്നു ഈ ഫിലിമിൽ നമുക്ക് കാണാൻ പറ്റിയത്. BGM ഭയങ്കര നല്ലതായിരുന്നു. ഇറ്റ് വാസ് ലൈക്ക് ഡിഫറെൻ്റ്. നമ്മളൊക്കെ എൻ്റർലി ഡിഫറെൻ്റ് ഒന്നും പറയാനില്ല. ബിക്കോസ് ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. മലയാളം മൂവിയുടെ തന്നെ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. മാർക്കോ സൂപ്പർ, അടിപൊളി. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗാണ്. സെക്കൻഡ് ഹാഫ് വന്നിട്ട് പടം ഒരു ഒറ്റ പോക്ക് പോയി. ഇൻ്റർവൽ പഞ്ചൊക്കെ ഒരു രക്ഷയെടുക്കാൻ പറഞ്ഞ കാരണമുണ്ട് കാരണം വെച്ചാൽ പോണത്. പക്ഷേ സെക്കൻഡ് ഹാഫ് ഒരു രക്ഷയില്ല. സെക്കൻഡ് ഹാഫ് ഫുൾ ആക്ഷൻ എന്ന് പറഞ്ഞാൽ പക്ക ആക്ഷൻ. എന്താ പറയുക, ഇൻ്റർവൽ തൊട്ട് ക്ലൈമാക്സ് വരെ ഒറ്റ പോക്കാണ്. ഫസ്റ്റ് ഹാഫ് കുറച്ചൊന്ന് പയ്യാണ് പോണത്. സൂപ്പർ, അടിപൊളി പടം. സൂപ്പർ. നല്ല സിനിമ. ഫുള്ള് വയലൻസ്, ഒന്നും പറയാനില്ല. തിയേറ്ററിൽ ഒന്നും പറയാനില്ല. ചേട്ടാ ഒരു KGF എടുത്ത് വെച്ചേക്കണം മലയാളത്തിൽ. അതാണ് സംഭവം. മൊത്തം വയലൻസ്, കണ്ണ് അടച്ച പടം കാണാൻ പറ്റുള്ളൂ. മൊത്തം ചോരക്കളി, വെടിവെപ്പും വെട്ടുകുത്തും മാത്രം. പക്ഷേ പടം വന്ന് തിയേറ്ററിൽ കണ്ട് മസ്റ്റായിട്ട് വാച്ച് ചെയ്യണ പടം. തിയേറ്ററിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ നമുക്കത് ബാഡായിട്ട് ഫീൽ ചെയ്യും. സൂപ്പർ പടം. തിയേറ്ററിൽ വന്ന് തന്നെ ഈ പടം കാണണം, എന്നാലേ അതിൻ്റെ ഒരു ഇത് കാണുള്ളൂ. ഉണ്ണിമൂന്തനാണെന്ന് പറയൂല, അത് കയറി കണ്ടാൽ തന്നെ അറിയുള്ളൂ. ഉണ്ണിമൂന്തൻ അല്ല, വേറെ ആരും അഭിനയിച്ച പോലെ ഇരിക്കുന്നത്. ഉണ്ണിമൂന്തൻ മുഖം മാത്രമേ ഉള്ളൂ, വേറെ ഉണ്ണിമൂന്തനാണ് ശരിക്കും അഭിനയിച്ചാണ്. ഒരു രക്ഷയില്ല. പക്ഷെ ചിലവർക്ക് ഇത് പിടിക്കാൻ വരും. കാര്യം എന്നറിയാമോ, തമിഴന്മാരും തെലുങ്കന്മാരും കാണിച്ചാൽ മാത്രമേ വയലൻസ് വരുള്ളൂ. ഉണ്ണിമൂന്തൻ കാണിച്ചാൽ വയലൻസ് വരൂലേ? അടിപൊളി. സെക്കൻഡ് ഹാഫൊക്കെ ഒരു രക്ഷയില്ലാതെ അളിയാൻ ഭയങ്കര വയലൻസ് ആട്ടാ. മാർക്കോ
സൂപ്പർ പടം കേട്ടോ, അടിപൊളി അടിപൊളി. എന്താ പിന്നല്ലാതെ BGM ഒക്കെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ വേറെ ലെവൽ, അടാറ് സാധനം. മലയാളത്തിൽ ഇത്രയും കഴിവുണ്ടെന്ന് KGF പോലെ KGF കടയാണ് കിളത്തി വെട്ടേയില്ലേ. പക്ഷെ ഡയറക്ടറിനെ സമ്മതിക്കണം. പിന്നെ പൊളിയായിരുന്നു, നല്ല പടമാണ്. പക്ഷേ ഞാനിതാ ഇന്ന് തൊട്ട് ഉണ്ണി മോഹൻ തന്നെ ഞാനൊരു ഫാൻസ് ഉണ്ടാക്കാൻ പോവുകയാണ്, കട്ട ഫാൻസ് ഉണ്ടാക്കാൻ പോവുകയാണ്. പിന്നെ കൊള്ളാം. ഞാൻ പ്രസിഡന്റ് അല്ല, ഞാൻ സെക്രട്ടറിയാണ്, ഞാനാണ് ഉണ്ടാക്കാൻ പോണത്. ഇനി തൊട്ട് ഉണ്ണി മോഹൻ്റെ ഫാൻസ് ആണ്. ഇനി ഇവിടെ ഞങ്ങൾ ഇതുണ്ടാക്കും, ഫാൻസ് ഉണ്ടാക്കി ഫ്ലെക്സ് വയ്ക്കും. പക്ഷെ ഒരൊറ്റ എണ്ണം ഇവിടെ ഇല്ല കേട്ടോ, അതിലെനിക്ക് ഒരു വിഷമമുണ്ട്. ഉണ്ണിയേട്ടൻ്റെ കാര്യത്തിന് ഉണ്ണിയേട്ടൻ അയ്യപ്പൻ മാത്രമല്ല, തനി ഡോണാണ്, തനി ഡോൺ, അസുരൻ തനി അസുരനാണ് തിയേറ്ററിൽ കാണിച്ചത് എല്ലാവരും. പക്ഷെ അണ്ണൻ ഞാൻ ഫാൻസാർ ഇല്ലെങ്കിലും പക്ഷെ അണ്ണൻ കണ്ടോണ്ടിരുന്നവരെ തിയേറ്ററിനകത്ത് ഭയങ്കര അത് ഗംഭീരമായിട്ട് കൈയടിപ്പിച്ചു. ഓരോ പക്ക ആക്ഷൻ സീനൊക്കെ, ആക്ഷനൊക്കെ പൊളി. പൃഥ്വിരാജ് അല്ല സ്റ്റോറി കളി സ്ലോ മോഷനായിട്ട് പോകുമെന്ന് ഓരോ പണി. വയലൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടാറ് വയലൻസ്. ഒരു തേങ്ങ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയോ? 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 നിങ്ങളെ കൊണ്ട് ഒരിടത്ത് കാണിക്കാൻ പറ്റുമോ? പറ്റൂല. കാണിക്കാൻ പറ്റാത്തത് പറയരുത്, കാണാൻ പറ്റാത്തത് പറയരുത്. ഉണ്ണിയാണെന്ന മാസ ഉണ്ണിയാണെന്ന മാസം ഞാൻ വേണമെങ്കിൽ ഇപ്പൊ കാണിക്കാം. സിനിമ ഇത് ഭയങ്കര മലയാളത്തിൽ ഇതുവരെ വന്നിട്ടുള്ള ഏറ്റവും ഹൈലി മീൻസ് വയലൻ്റ് ആയിട്ട് ഉള്ള ഒരു സിനിമയാണെന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ആ ഒരു എക്സ്പെക്റ്റേഷനിൽ തന്നെയാണ് വന്നത്. ഈവൻ സിനിമയുടെ ഒരു എനിക്കൊന്ന് സെൻസസ് സർട്ടിഫിക്കറ്റൊക്കെ ഓൺലൈനിൽ ഇങ്ങനെ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു ആൾക്കാർ. അതിൽ പറയുന്നുണ്ടായിരുന്നു ഇന്ന പർട്ടിക്കുലർ സീനുകൾ. അപ്പം അതുപോലെ തന്നെ മനസ്സിലുണ്ടായിരുന്നു ഇന്ന സീനുകളുണ്ട്, അതും കരുതിക്കൂട്ടിയിരിക്കുക. എന്നിരുന്നാൽ പോലും ഹൈലി ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, കുറച്ച് സീനുകൾ ഈ സിനിമയ്ക്കകത്തുണ്ട്. ഇതൊരു സിനിമയാണ്, അതൊരു കൊമേഴ്സ്യൽ എലിമെൻ്റ് ആണ് എന്നുള്ള രീതിയിൽ നമ്മൾ മാത്രമേ ഈ സിനിമയെ അപ്രോച്ച് ചെയ്യാൻ പാടുള്ളൂ. അതിൻ്റെ ഫസ്റ്റ് ഹാഫ് കുറച്ചൊരു ലോ മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഡയലോഗ്സ് പല ഇടത്തും ചെറുതായിട്ടൊന്ന് പാളിപ്പോയതുപോലെ തോന്നി. പക്ഷേ ഒരു ക്ലൈമാക്സ് എടുക്കുമ്പോഴത്തേക്കും സിനിമയുടെ നമ്മുടെ ആ ഒരു അഡ്രിനാലിൻ റഷ് എന്ന് പറയുന്ന സംഭവം കിട്ടുന്നത് ഫസ്റ്റ് ക്ലൈമാക്സിൽ ഒരു ഫൈറ്റ് ഉണ്ട്. അപ്പോൾ ആ ഫൈറ്റാണ് എനിക്ക് പേഴ്സണലി എനിക്ക് സിനിമയിൽ മൊത്തം ഇഷ്ടപ്പെട്ടത്. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു ഇതിലിരിക്കുകയാണ്, ഇതങ്ങനെ എന്നുള്ളത് ഇതിപ്പം വരും എന്നുള്ള സംഭവങ്ങൾ. അപ്പം പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ ഇമോഷണൽ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ വയലൻസിൻ്റെ ഒരു ഇത് വരുന്നുണ്ട്. അപ്പം അതിൽ പറയെ നമ്മൾ ഒരു ഗ്രാഫ് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ അതങ്ങനെ പോവുക. പിന്നെ അതിനുശേഷം പിന്നെ ക്ലൈമാക്സ് എടുക്കുമ്പോഴത്തേക്ക് പിന്നെ വീണ്ടും ഒന്ന് കയറിപ്പോകുന്ന ഒരു ഇതിലാണ്. അപ്പം ഓവറോൾ എല്ലാവരും നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട്. എടുത്ത് പറയേണ്ടത് രവി ബാസുഡ്. പിന്നെ അദ്ദേഹത്തിൻ്റെ നമ്മൾ കാലിബറിന് വേണ്ടി നമുക്ക് അറിയാമല്ലോ, നമ്മൾ KGF എന്നുള്ളൊരു ബെഞ്ച് മാർക്ക് അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാൽ കൂടെ കപ്സ എന്നൊരു സിനിമയിൽ അദ്ദേഹത്തിൻ്റെ വർക്കൗട്ട് ആയിട്ടില്ലായിരുന്നു അത്രത്തോളം. അപ്പോൾ ഈ സിനിമയിൽ തീർച്ചയായിട്ടും അദ്ദേഹം മികച്ചൊരു അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പിന്നെ കൂടെ വന്ന എല്ലാ ആക്ടേഴ്സും കൂടുതലും അതിൻ്റെ സ്ക്രീൻ സ്പേസ് വരുന്നത് ഉണ്ണിമൂന്നിന് തന്നെയാണ്. അതുപോലെ തന്നെ സിദ്ദിഖ്, പിന്നെ ജഗദീഷ് ഒരു അദ്ദേഹം വ്യത്യസ്ത റോളിൽ ഇതിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ലാംഗ്വേജ് ഒക്കെ ഹൈലി എന്താ പറയുക, നമ്മളിപ്പോൾ മലയാള സിനിമയിൽ ഇത്രയും ഇങ്ങനെ ഒരു ലാംഗ്വേജ് ഉപയോഗിച്ചുള്ള സിനിമകൾ ഇനി മുമ്പോട്ട് ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷേ എനിക്ക് ഇങ്ങനെയുള്ള സിനിമകൾ വരണമെന്ന് തന്നെയാണ് എൻ്റെയും ആഗ്രഹം. വ്യത്യസ്ത സിനിമകൾ നമുക്ക് എന്നും ഒരേ ടൈപ്പ് പാറ്റേണിൽ റിയലിസ്റ്റിക് അല്ലെങ്കിൽ പച്ചില സിനിമകൾ മാത്രം പോലെ നമുക്ക് ഇങ്ങനത്തെ സിനിമകളും വരണം. ഈ സിനിമകളൊക്കെ നമുക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു ഹൈ ആക്ഷൻ ആ ഒരു രീതിയിൽ പോകുന്ന സിനിമയാണ്. നമുക്കൊരു തെലുഗു അല്ലെങ്കിൽ ഹിന്ദി അല്ലെങ്കിൽ അങ്ങനത്തെ ഈ ഒരു ജോണറിൽ വരുന്ന രീതിയിൽ അങ്ങനത്തെ ഒരു കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഇന്ത്യൻ സിനിമ എന്ന് തന്നെ നമുക്ക് തീർച്ചയായിട്ടും ഈ സിനിമയെക്കുറിച്ച് തന്നെ പറയാം. ഉണ്ണിമൂഹൻ തന്നെ അദ്ദേഹത്തിന് കുറേ പ്ലസ് പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ സിനിമയ്ക്കകത്ത് അദ്ദേഹത്തിൻ്റെ ഒരു സ്ക്രീൻ അപ്പിയറൻസും കാര്യങ്ങളും ഇതെല്ലാം നല്ല. ഈവൻ അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് സിനിമ ജയ് ഗണേഷ്, അതിൽ പോലും അദ്ദേഹം നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറേ അടുത്ത് അദ്ദേഹം പാളിപ്പോകുന്നുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ഡയലോഗ് ഡെലിവറിയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം. ഈ സിനിമയിലും കുറച്ചെടുത്തൊക്കെ, കാരണം അതെങ്ങനെ ഡയലോഗ് മോഡുലേഷനാണോ ഒരുപക്ഷെ അദ്ദേഹം കുറച്ചുകൂടെ ഇനി എഫേർട്ട് എടുക്കേണ്ടിയിരിക്കുന്നു ആ ഒരു കാര്യത്തിൽ. അത് ഒഴിച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഫിസിക് അറിയാലോ, അദ്ദേഹത്തിൻ്റെ ഫിസിക്ക്, പിന്നെ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക അപ്പിയറൻസ് കാര്യങ്ങൾ ഇതെല്ലാം നല്ല രീതിയിൽ അദ്ദേഹം എടുത്തിട്ടുണ്ട്. നമ്മൾ പറയാമല്ലോ, നമുക്കിപ്പം ഒരു എന്താ പറയുക, നമുക്ക് ഏതൊരു ഇങ്ങനത്തെ ഈ ഒരു ജോണറിൽ വരുന്ന സിനിമകൾ കാണുന്ന ആ ഒരു എഫക്റ്റ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അദ്ദേഹം നിരാശപ്പെടുത്തിയില്ല. തീർച്ചയായിട്ടും തിയേറ്റർ എക്സ്പീരിയൻസ്. കാരണം അതിൻ്റെ BGM ആയിക്കോട്ടെ, അതിൻ്റെ മേക്കിംഗ് ആയിക്കോട്ടെ, നല്ല രീതിയിൽ മേക്കിംഗ് വന്നിട്ടുണ്ട്. മിഖായൽ എന്ന സിനിമ എനിക്ക് പേഴ്സണലി വളരെ വർക്കൗട്ട് ആവാത്തൊരു സിനിമയാണ്. എന്നിരുന്നാൽ കൂടെ അതിൻ്റെ കഥാപാത്രങ്ങൾ എടുത്തിട്ട് അവർ റീക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നല്ല രീതിയിൽ അത് വർക്കൗട്ട്, മേക്കിംഗ് ക്വാളിറ്റി എല്ലാം കിടുവായിട്ട് വന്നിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് പടം അങ്ങോട്ടൊരു പോക്ക് അങ്ങോട്ടങ്ങ് പോകും, ചോര തെറിക്കണം കാണണം. ജഗദീശിന് നല്ല സൂപ്പറായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്, എല്ലാവരും നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. രവി ബസുവിൻ്റെ BGM നല്ല സൂപ്പറായിട്ട് കിടിലായിട്ട് ചെയ്തിട്ടുണ്ട്.
നല്ല പടം, അടിപൊളി. ബ്രൂട്ടല്ല, എക്സ്ട്രീം ബ്രൂട്ടല്ല, ഭയങ്കര വൾഗർ, ഒരുപാട് സാധനമുണ്ട്. ആനിമൽ അല്ല, ആനിമലിനെ കാട്ടി വലുതായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഭയങ്കര സീനാണ്. അയ്യോ, ഫൈറ്റ് ഒരു രക്ഷയില്ല, തലവേദന എടുക്കുന്നു, കണ്ടിട്ട് സീനാണ്. വയലൻസ് പീക്ക് ലെവലാണ്. മലയാളത്തിൽ ഇന്ന് വരെ ഇങ്ങനെ ഒരു പടം ഉണ്ടായിട്ടില്ല. KGF ലെവൽ, പാൻ ഇന്ത്യൻ ലെവൽ പടം തന്നെ, ഒരു സംശയമില്ല. ഉണ്ണിമുകുന്ദൻ അത്രയ്ക്കും എഫേർട്ട് എടുത്ത് ചെയ്തിട്ടുണ്ട്. അടിപൊളി പടം, ഒരു രക്ഷയില്ല. എല്ലാവരും ജഗദീശ്വരനായാലും ഉണ്ണിമുകുന്ദനായാലും അത്രയ്ക്ക് എഫേർട്ട് എടുത്ത് ചെയ്ത പടമാണ്. എല്ലാവരും കാണേണ്ട പടമാണ്. അന്യായ പടം, രക്ഷയില്ല. നമ്മൾ പ്രതീക്ഷിച്ച് വന്നത് ഇത്രയാണെങ്കിൽ കിട്ടിയത് ഒരുപടി മുന്നിലാണ്. കിട്ടില്ല പടം, അടിപൊളിയാണ്. തകർത്തു, കിടിലം പടം, നല്ല പടം, ഒന്നും പറയാലോ, ഒരു രക്ഷയില്ല. പാടം ഒരു രക്ഷയില്ല. എന്തായാലും പോയി മസ്റ്റ് വാച്ച്, പോയി കണ്ടേ പറ്റുള്ളൂ. കിടിലം പടം, മസ്റ്റ് വാച്ചിങ്. ചെയ്ത് വെച്ചതിന്റെ വേറെ ലെവൽ സാധനമാണ്. പിന്നെ വേറെ കണ്ണു തള്ളി ഇത് ചെയ്യാനുള്ള വയലൻസ് കണ്ണൊക്കെ എത്ര ഒന്നുമല്ല, ഇതാണ് കാണേണ്ടത്. സാധാരണ കണ്ണിട്ട് വെടിയേക്കണേന്നല്ല, ഇത് വേണം കാണാൻ. ഒന്നുമല്ല. ഏറ്റവും കൂടുതൽ വയലൻസ് പടം കില്ലാണ്. അതിനെ കാട്ടി ഒരു സെക്കൻഡ് ഹാഫിൽ, അത് സെക്കൻഡ് ഹാഫ് മാത്രം മതി ആ കില്ലിന്റെ മുകളിലേക്ക്. ഫസ്റ്റ് ഹാഫ് വരെ കൊള്ളാം, കാരണം ആക്ഷൻ സീക്വൻസ് മാത്രം മതി. കഴിഞ്ഞിട്ട് കിടിലോ, മസ്റ്റ് വാച്ച് മാത്രം. കൊച്ചു ബോളിവുഡ് നടക്കുന്നത് അറിയത്തില്ല, അത്ര ലെവലാ. ക്രിസ്മസ് എന്തായാലും ഉണ്ണി വന്ന് കൊണ്ടുപോയി സിനിമ കൊണ്ടുപോയി. സൂപ്പർ. ഇത് മലയാളത്തിൽ ആദ്യത്തെ ഇത്രയും വയലൻസ് ഉള്ള ഫിലിം. സൂപ്പർ. ഫസ്റ്റ് ഹാഫിന്റെ കുറച്ച് ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ സെക്കൻഡ് ഹാഫ് ഒരു രക്ഷയില്ല. അഡ്രിനൽ റഷാണ്, ഇപ്പം മാറുന്നില്ല, പമ്പായി കിടക്കുന്ന സാധനം. എന്നാൽ ഉണ്ണിമുകുന്ദൻ്റെ വിളയാട്ടമാണ്, എന്നാൽ താണ്ടവാട്ടമാണ് ഉണ്ണിമുകുന്ദൻ്റെ. സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര പാടായിട്ട് കാണുന്ന ഒരുപാട് സീനുണ്ട്. ഇങ്ങനൊരു സംഭവം ഒന്നും മലയാളത്തിൽ ഇറങ്ങിയിട്ടേ ഇല്ല. അത്രയും വയലൻസുമാണ്, അത്രയും ബ്ലഡ് ഷെഡുമാണ്. കംപ്ലീറ്റ് ബ്രൂട്ടാലിറ്റി. ഒരു ഭീകര ആൽഫ മെയിൽ ഓഫ് ഉണ്ണിമുകുന്ദൻ, അതാണ് ഇതിൽ കാണുന്നത്. ഒരു രക്ഷയില്ലാത്ത സംഭവം. എല്ലാവരും മസ്റ്റ് വാച്ച്, തിയേറ്ററിൽ കാണാൻ ആരും മിസ് ചെയ്യില്ല. അത് മാത്രമാണ് പറയാനുള്ളത്. അതുപോലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ഫൈറ്റ്, ബ്ലഡ് മേക്കപ്പ്, എൻ്റെ അമ്മോ, ഇതൊക്കെ വേറെ ലെവൽ സാധനമാണ്. പിന്നെ മൊത്തത്തിൽ പറയാൻ നേരത്ത് റൈറ്റിങ്ങിൽ കുറേ പാളിച്ചകളുണ്ട്. ഫസ്റ്റ് ഹാഫ് കുറച്ച് ആവറേജ് ആണ്, ലാഗൊക്കെ ഉണ്ട്, അതൊക്കെ സത്യമാണ്. പക്ഷേ സെക്കൻഡ് ഹാഫ് ഗ്രാഫ് നല്ല പുള്ളി ചെയ്തിട്ടുണ്ട്. പ്രെഡിക്റ്റബിളൊക്കെയാണ് ക്ലൈമാക്സ്. ഇതെല്ലാം ആണെങ്കിലും ഈ പടം വന്ന് കാണേണ്ട ഒരു സംഭവം തന്നെയാണ്, ഒരു മാസീവ് സാധനം. അത്യാവശ്യം നല്ലതായിരുന്നു. ഫസ്റ്റ് ഹാഫ് ഒരു ബിലോ ആവറേജ്, ഒരു ആവറേജ് ആയിരുന്നു. സെക്കൻഡ് ഹാഫ് അടിപൊളിയാണ്, നല്ല വയലൻസ് ഒക്കെ ഉണ്ട്. പെർഫോമൻസ് ജഗദീഷ് അടിപൊളിയായിരുന്നു. ഉണ്ണിമുകുന്ദൻ നല്ല ആക്ടിങ് ആയിരുന്നു. ഓവറോൾ നല്ല സിനിമയാണ്. എന്തോ ടൈലൻ്റ് ഒക്കെ ഉണ്ട്, ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനുണ്ട്, പക്ഷേ ഭയങ്കര ഡീറ്റെയിലിംഗ് ഒന്നും കുഴപ്പമില്ല, നല്ലൊരു പടം. സെക്കൻഡ് പാർട്ട് അതിൽ കാണിച്ചിരിക്കണുണ്ടെന്നാണ്, പക്ഷേ എന്തോ അടിപൊളി സാധനം, നല്ലൊരു പടമായിരുന്നു. കൊള്ളായിരുന്നു. വയലൻസ് എന്ന് പറഞ്ഞെങ്കിൽ അറ്റം വയലൻസ്. ഇതേപോലത്തെ ഒരു പടം ഇനി നിങ്ങൾ കാണാൻ പോകണമെന്ന് പറഞ്ഞുകൂടാ. ഈ ഹിന്ദിയിലെ കില്ലും അനുമലും ഒന്നുമല്ല, വേറെ ലെവൽ. ഉണ്ണിമുകുന്ദൻ കഷ്ടപ്പെട്ടതിൻ്റെ ഫലം അങ്ങേ അറ്റം. നിങ്ങൾ മസ്റ്റ് വാച്ചാണ്. പക്ഷേ ചില സീനുകളെന്ന് വെച്ചാൽ നമ്മൾ ഒന്ന് മുഖം മറച്ച് വെച്ച് ഇരുന്ന് പോകും, അമ്മാതിരി സീനുകളാണ്. വയലൻസ്, ഇത്രയും വയലൻസ് ഉണ്ടെന്ന് നമ്മൾ ആരും പ്രതീക്ഷിക്കത്തില്ല. കാണാനുള്ള പടം തന്നെയാണ്, സൂപ്പർ ഹിറ്റായിരുന്നു. ഇത് വേറെ ഉണ്ണിമുകുന്ദൻ ഇത്രയും നാളൊരു ഫാമിലി എൻ്റർടൈനർ പിടിച്ച് വന്ന ആളാണ്. പക്ഷേ ഈ ഒരു സിനിമ വേറെ ഒരു ലെവലിലെത്തേക്കും. മലയാള സിനിമയിൽ വയലൻസ് എന്ന് പറയുന്ന എന്താണ് ഈ ഒരു പടം നിങ്ങൾക്കത് മനസ്സിലാക്കി തരും. ക്ലൈമാക്സ് കിടിലായിരുന്നു. ക്ലൈമാക്സ് ഒഴിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ബിൽഡപ്പ് KGF ഉണ്ടല്ലോ, അതൊക്കെ പോലെ തന്നെ സംഭവം. പിന്നെ ജഗദീഷിനെ പറ്റി പറയുകയാണെങ്കിൽ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം വന്ന് ഒരുപാട് പറഞ്ഞു, പക്ഷെ അതിനുള്ള സാധനമൊന്നും ഇല്ല. വേറൊരു വില്ലുണ്ട്, അപ്പോൾ അങ്ങേര് കിടിലായിരുന്നു. അത് തന്നെയാണ്, ക്ലൈമാക്സ് അടിപൊളിയാണ്. ഈ പടം എന്തിനാണോ കൊടുത്തത് അത് ഫുള്ള് ക്ലൈമാക്സിലാണ് കിടക്കണതെന്ന് പറയാം. പിന്നെ ബാക്കിയെല്ലാം ബിൽഡപ്പാണ്, KGF അല്ല. അത് ചിലർക്ക് പിടിക്കും, ചിലർക്ക് പിടിക്കില്ല. എനിക്ക് വർക്കായി, കുഴപ്പമില്ല എന്നേ പറയാൻ പറ്റുള്ളൂ. ബാക്കി ജഗദീഷിന് കൊടുത്ത ഹൈപ്പിനെ വന്നില്ല എന്ന് എനിക്കൊരു പേഴ്സണൽ ഒപ്പീനിയൻ, അത്രേ ഉള്ളൂ. നമ്മൾ പലതരത്തിലുള്ള പടങ്ങൾ കണ്ടിട്ടുണ്ട്, ബ്രൂട്ടാലിറ്റി, ഡിസ്റ്റർബിങ് സീൻസ് എല്ലാം കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതേപോലെ പടം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അടിപൊളി പടം. ഒരു മലയാള സിനിമയെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല, ഒരു കിട്ടില്ല. ഉണ്ണിമുകുന്ദൻ അത് ബെസ്റ്റായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അടിപൊളി പടം, ഒരു രക്ഷയില്ല, ഒരു ആക്ഷനും ഇല്ല പടത്തിൽ. ബ്ലഡ് ബാത്ത് എന്ന് പറഞ്ഞാൽ അടിപൊളി. കൊച്ചു പിള്ളേരൊന്നും കൊണ്ട് പോകാതിരിക്കണം നല്ലത്. അടിപൊളി പടം, സൂപ്പർ. സത്യം പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി തന്നെ ഒരു ടോപ്പ് 5 ഈ പടം കാണും എന്ന് വെച്ചാൽ മാസ് ആക്ഷൻ ജാണറിൽ. അതുപോലെ ആ രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ മനക്കെട്ടിയില്ലാത്തവർ ദയവേത് പടം കാണാതിരിക്കുക. അത്രയ്ക്കും വയലൻസ് ആയാലും ഭയങ്കര ബ്ലഡ് റഷ് ആയിട്ടുള്ള സീൻസ് ഒരുപാടുണ്ട്. പിന്നെ ഉണ്ണിമുകുന്ദൻ്റെ ആക്ഷൻസ് ആണെങ്കിലും പെർഫോമൻസ് ആണെങ്കിലും ഫൈറ്റ് സീക്വൻസ് എല്ലാം അടിപൊളിയായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. എന്തായാലും യൂത്തിന് എസ്പെഷ്യലി യൂത്തിന്
നല്ലതുപോലെ പടം ഇഷ്ടപ്പെടും. ഞാൻ നന്നായിട്ട് പടം എൻജോയ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരെണ്ണപ്പോൾ സെറ്റ് പടം, ഒരു രക്ഷയില്ല. നല്ല വയലൻസ്, കട്ട വയലൻസ് ആണ്, നല്ല ബ്രൂട്ടൽ ഫൈറ്റ് സീക്വൻസ് ആണ്, നല്ല പോലെ ചെയ്തിട്ടുണ്ട്. ഒരു പാൻ ഇന്ത്യ മൂവി എന്ന് വേണം പറയാം, വേണമെന്നല്ല ആണ്. നല്ല രസം. ഉണ്ണിമൂന്നനൊക്കെ കംബാക്ക് അടിച്ചിട്ടുണ്ട്, നല്ല രസമുണ്ടായിരുന്നു. പിന്നല്ല, തകർത്ത്, നല്ലപോലെ തകർത്ത്. സിദ്ദിഖ്, അതേപോലെ സിദ്ദിഖ്, ജഗദീഷ്, DOP കൊള്ളാം, എഡിറ്റിംഗ് സൈഡ് കൊള്ളാം, ബ്രൂട്ടൽ സീൻസൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ വേണം, ഒരു ഫാമിലി ടൈപ്പ് മൂവിയാണ്. ലൈക്ക് ഫാമിലിക്ക് വേണ്ടി, ജോൺ വിക്ക് പട്ടിക്ക് വേണ്ടി ഫാമിലി, ഇത് ഫാമിലിക്ക് വേണ്ടി പോലെ നല്ല രസമുണ്ടായിരുന്നു. കിടിലൻ സിനിമ കേട്ടോ. പക്ഷേ ഫസ്റ്റ് ഹാഫ് കുറച്ച് ഒരു ഇതുണ്ടെങ്കിലും ഞാൻ ഒരു 7 പറയും, 10 7 പറയും. സെക്കൻഡ് ഹാഫ് ഒന്ന് ഞെട്ടിച്ചു കളഞ്ഞു, നമ്മളെ തെറിപ്പിച്ചു കളയും. എല്ലാവരും പോയി കാണണം, സിനിമയായിരുന്നു. സെക്കൻഡ് ഹാഫ് തൊട്ട് ഒരു ഇതുണ്ടായിരുന്നു, കുറേ പേര് കണ്ണടിച്ചു, എൻ്റെ അടുത്തേക്ക് ചേട്ടനെ കണ്ണടിച്ചാണെന്നുണ്ട്. കുഴപ്പമില്ല. ടർബോ സിനിമയിൽ കുറേ വയലൻസ് ഇട്ട സാധനം, വേറെ ഒന്നുമില്ല. കഥയായിട്ട് വേറെ ഒന്നുമില്ല. കറക്റ്റ് ടർബോയിൽ ഒരു വയലൻസ് ഇട്ട സാധനം, ഭയങ്കര വയലൻസ് കൂട്ടി ടർബോ സിനിമ, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഫസ്റ്റ് ഹാഫ് കുറച്ച് ഡ്രാമ ടൈപ്പ് ഒരു ഡയലോഗ്സ് ആണ്, പക്ഷേ കുഴപ്പമില്ല, നല്ല കണ്ടോണ്ടിരിക്കാം. കാരണം ഇത്ര ഹൈപ്പിനുള്ളത് എന്തായാലും കൊണ്ടേ കളഞ്ഞില്ലായിരുന്നു. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗ് ഉണ്ടായിരുന്നാൽ പോലും സെക്കൻഡ് ഹാഫ് നല്ല സ്പീഡ് ഉണ്ടായിരുന്നു. വയലൻസും അല്ല, ഉണ്ണിമൂന്നൻ്റെ സ്ക്രീൻ പ്രസൻസ് ആണ് മൊത്തം. ഉണ്ണിമൂന്നനെ കാണാൻ വേണ്ടി ഈ പടത്തിന് വരാം, പൈസയ്ക്ക് പുറത്താണ്. കൊള്ളാം, ഫൈറ്റൊക്കെ മലയാളത്തിൽ ഇതുവരെ കണ്ടു വരാത്തൊരു വയലൻസ് പടമായിട്ട് തോന്നി. സാറിനറിയോ അവരെൻ്റെ ശത്രുക്കളാണെന്ന്? അറിയോ? അതാണ് എൻ്റെ തികച്ചും ശത്രുക്കൾ. സാറിനറിയോ അവരെൻ്റെ ശത്രുക്കളാണെന്ന്? അറിയില്ല. ഉണ്ണിമോഹൻ അറിയാം. ഉണ്ണിമോഹൻ എന്നുള്ള ഫാൻസായി എനിക്കറിയാം. ഉണ്ണിമോഹൻ അടിപൊളിയാണെന്ന്, മുത്താണെന്ന്, വേറെ ലെവലാണെന്ന്. മാർക്കോ 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 സീനാണല്ലയാ, സീനാണ്, പൊളിയാണ്. 100 കോടി 80 കോടി അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റൂല. പക്ഷെ പടം നല്ല പടമാണ്. ചിലവന്മാർ പറഞ്ഞ് പറയും പടം കൊള്ളൂല അതാണെന്ന്, പക്ഷെ അവന്മാരെ കൊണ്ട് കാണിക്കാൻ പറ്റും. പക്ഷേ തിയേറ്ററിൽ നല്ല നിറഞ്ഞ കൈയടിയായിരുന്നു. ഇതാ ഉണ്ണിയേട്ടന് വേണ്ടി ഞാൻ കോസ്റ്റ്യൂം ഇട്ടുവരെ വന്നു. കാര്യം എന്ന് പറയുമ്പോൾ നമ്മളെ മലയാള നടന്മാരെ നമ്മൾ നല്ല രീതിയിൽ വളർത്തണം. കാര്യം പൃഥ്വിരാജിൻ്റെ പടമാണെങ്കിൽ അവരവരെ പടങ്ങളെ മാത്രമേ എല്ലാവരും സപ്പോർട്ട് ചെയ്യുള്ളൂ. ഉണ്ണിയേട്ടൻ്റെ പടം അത് സപ്പോർട്ട് ചെയ്യൂലേ? അയ്യപ്പൻ മാളികപ്പുറം സിനിമ ഇറങ്ങിയപ്പോഴത്തേക്ക് അയാൾ ഭയങ്കര ഭക്തനാണെന്നും പറഞ്ഞുകൊണ്ട് അയാളെ കളിയാക്കി കൊന്നോളാം. പക്ഷേ അയാൾ അസുരൻ്റെ സ്വഭാവം കാണിക്കുക. അതാണ് ഈ സിനിമ. മാർക്കോ വേറെ ലെവലാണ്. എന്റെ കൂടെ മിക്കവാരും പടം ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് ഹാഫ് വേറെ ലെവലായിരുന്നു. ഈ ബാലയ്യ കണക്ക് 5 ട്രെയിനും 10 ട്രെയിനും മലയാളം നടന്മാരാണ്. അല്ല, ഈ പടത്തിന് എന്താണ് കുഴപ്പം? ഈ പടത്തിന് എന്താണ് കുഴപ്പം? അത് നിങ്ങളെ കണ്ടറിയേണ്ട കാര്യങ്ങളാണ്. നിങ്ങളെ കണ്ടറിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഏതാണ്. ഒരു രക്ഷയില്ല. സെക്കൻഡ് ഹാഫ് മാരക ഐറ്റമാണ്. ഇങ്ങനെ ഒരു ഐറ്റം മലയാള സിനിമ ഇറങ്ങിയിട്ടില്ല. ബ്രൂട്ടൽ സാധനം, കൊടൂര ഐറ്റം സാധനം. അഡ്രിനാലിൻ റഷ് ആണ്. ഇവിടെ സാധനം ഇങ്ങനെ പമ്പായിരിക്കുകയാണ് സാധനം. അഡ്രിനാലിൻ റഷ് ഒരു രക്ഷയില്ല. ഉണ്ണിമുഖന്റെ ആൽഫ മേൽ ഒരു രക്ഷയില്ല. മാർക്കോണ്ട താണ്ടോ എന്തായാലും പറഞ്ഞേരെ. ക്രിസ്മസ് എന്തായാലും ഇട്ടോ. അത്രയും മതി, കൂടുതൽ ഞാൻ പറയാനില്ല. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.